ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് നമ്മുടെ SSLCയിലെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ അല്ലെ. ഇനി ക്രിസ്മസ് പരീക്ഷ ടോപ്പിക്കാണ് അല്ലെ. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ക്രിസ്മസ് പരീക്ഷയിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. SSLCക്ക് ഒരു 10 മാർക്കിൽ കുറയാതെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കും. നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു ചാപ്റ്റർ കേൾക്കുന്നത്. അപ്പം അതിന്റെ ബേസ് തൊട്ട് ക്ലിയർ ആയി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. +1 +2 ഇതിന്റെ ബാലൻസ് ആയിട്ട് കുറേ പോർഷൻസുകളുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. ഞാൻ ആ ഡൗട്ടുകൾ എല്ലാ കുട്ടികൾക്കും ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ട്രിഗണോമെട്രി എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്റർ 1ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കുറച്ച് ഇൻട്രൊഡക്ഷൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. അപ്പൊ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലവും ചെയ്യാം. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം ഡൗട്ടുകൾ. ഞാൻ എല്ലാവർക്കും ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഡൗട്ട്. അതേപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് 1ാമത്തെ ഭാഗത്തിലെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത്. അപ്പൊ 1ാമത്തെ ഭാഗം നിങ്ങൾ നോക്കുക, ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ജോമെട്രി ആണ്. ട്രയാങ്കിൾ ജോമെട്രി അല്ലെ. ഇപ്പൊ ട്രയാങ്കിൾ ജോമെട്രി എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഇതിന്റെ അകത്ത് ഫുള്ള് നമ്മൾ ട്രയാങ്കിളിനെ പറ്റിയാണ് പഠിക്കുന്നത്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ പലതരം ട്രയാങ്കിൾസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ ഐസോസെലസ് ട്രയാങ്കിൾ, ഈക്വലാറ്റർ ട്രയാങ്കിൾ, അതേപോലെ തന്നെ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റിയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റി സ്പെഷ്യൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി മാറ്റിയാൽ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള 3 കണ്ടീഷൻസ് ആണ്. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ. അതിൽ 1ാമത്തെ കണ്ടീഷൻ ആയിരിക്കണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. 1ാമത്തെ കണ്ടീഷൻ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 2ാമത്തെ കണ്ടീഷൻ ഏതെങ്കിലും ഒരു സൈഡ് തന്നിരിക്കണം. നമുക്ക് ട്രയാങ്കിളിന്റെ അകത്ത് 3 സൈഡുകളും ഉണ്ട്, 3 ആംഗിളുകളും ഉണ്ട് അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തന്നിരിക്കണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോണളവ് അല്ലെങ്കിൽ 1 ആംഗിൾ ഗിവൺ, ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിരിക്കണം. അപ്പം എന്താണ് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരിക്കലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രി എഴുതത്തില്ല. അത് ഇങ്ങനൊരു ആംഗിൾ ആയിരിക്കും തരുന്നത് അല്ലെ. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം അതെന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ABC എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് ഏതെങ്കിലും ഒരു വശം, ഒന്നില്ലെങ്കിൽ AB അല്ലെങ്കിൽ BC അല്ലെങ്കിൽ CA തന്നിരിക്കണം. ഏതെങ്കിലും ഒരു വശം തന്നിരിക്കണം. കൂടാതെ 2 കോണളവും കൂടെ ഉണ്ട്. 90 ഡിഗ്രി ഒഴികെയുള്ള 2, ഇതിൽ ഏതെങ്കിലും ഒരു. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ എനിക്ക് അങ്ങനെ വരുന്ന ട്രിഗണോമെട്രി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇതിന്റെ തന്നെ അടുത്ത ഭാഗത്തിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഇതിലോട്ട് പോവാം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സെക്ഷൻ, റേഷ്യോ മെത്തേഡ് എന്ന് പറയും. ആദ്യത്തെ സെക്ഷൻ എന്താണ്? റേഷ്യോ മെത്തേഡ് എന്ന് പറയും. ഈ റേഷ്യോ മെത്തേഡിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആംഗിൾ ആണ് നോക്കേണ്ടത്. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. ഏതെങ്കിലും ഒരു കോണളവ് തന്നിരിക്കണം, ഏതെങ്കിലും ഒരു വശം തന്നിരിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു കോണളവ് 30 ഡിഗ്രിയാണ് തരുന്നതെന്ന് വിചാരിച്ചു. ഈ 30 ഡിഗ്രിയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 60. കാരണം 90 30 അറിയാലോ, എത്ര? 120, 120, 60, 180. ഒരു ത്രികോണത്തിലെ ആകെ കോണളവ് 180 ഡിഗ്രി. അപ്പൊ ഇത് 30 ആണെങ്കിൽ അത് 60. ഇനി തന്നിരിക്കുന്ന 60 ആണെങ്കിലോ മറ്റേ ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 30, 60, 90 ആണെങ്കിൽ നിങ്ങൾ ഈ റേഷ്യോ ഓർത്ത് വെച്ചോണം. റേഷ്യോ എന്താണ്? 1:√3:2 ആയിരിക്കും. ഉറപ്പിച്ച് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം, ജസ്റ്റ് ഞാൻ പേരിടുവാണ് ABC. ഈ 30 ഡിഗ്രിക്കെതിരെയുള്ള വശം ഇവിടെ 1 അല്ലേ, റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1x. റേഷ്യോ മാറ്റാൻ വേണ്ടി ഒരു വേരിയബിൾ കൊടുക്കണം അല്ലെ. അങ്ങനെ 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം, ഓപ്പോസിറ്റ് ഉള്ള വശം എന്തായിരിക്കും? √3x ആയിരിക്കും. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്തായിരിക്കും? 2x ആയിരിക്കും. നിങ്ങൾ ഇതരത്തിൽ ഫിഗറിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ 30 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്തായിരിക്കും? 30 ഡിഗ്രിക്ക് എതിരെയുള്ള ആ വശം എന്തായിരിക്കും? 1x ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഈ 60 ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്തായിരിക്കും? നോക്കുക, √3 എന്തായിരിക്കും? √3x ആയിരിക്കും.
അതേപോലെ തന്നെ ഈ 90 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്തായിരിക്കും? എന്താണ് ഇവിടെ 2x ആയിരിക്കും. therefore 90 ഡിഗ്രിക്കെതിരെയുള്ള വശം നമുക്ക് എന്ത് ചെയ്താൽ 2x. ഈ കാര്യം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, 30, 60, 90 പോലെ വേറൊരു സാധനമാണ് 45, 45, 90 അല്ലെ. തന്നിരിക്കുന്ന എന്താണ് ത്രികോണം PQR ആണെന്ന് വിചാരിക്കുക. ഇതിലെ ഈ ആംഗിൾ 90 ഡിഗ്രി, ഇത് 45 ആണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ ഓർത്തോണം 1:1:2. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇപ്പൊ പഠിച്ച പോലെ 30, 60, 90 പറഞ്ഞ പോലെ 45 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്തായിരിക്കും? 1x. ഈ 45 ഡിഗ്രിക്കെതിരെയും 1x. 90 ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും? √2x. അടുത്ത് നമുക്ക് ഇതിന്റെ അതിലുമ്പോ ഈ 45 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എന്തായിരിക്കും? 1x. ഈ 45 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എന്തായിരിക്കും? 1x. ഈ 90 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എന്തായിരിക്കും? √2x ആയിരിക്കും. സംഭവം മനസ്സിലായ? വളരെ സിമ്പിൾ ആണ്, വളരെ വളരെ സിമ്പിൾ ആണ്. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെക്ഷൻ വെച്ചാണ് നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കുറെ പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്തു പോണത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പ്രോബ്ലമാണ് ഈ കിടക്കുന്നത്. കാൽക്കുലേറ്റ് എന്താണ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്താണ് ഷോൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്ന പാരലോഗ്രാമിന്റെ എല്ലാം ഏരിയ കണക്കാക്കണം. നമുക്ക് ആദ്യത്തെ പാരലോഗ്രാം തന്നെ എടുക്കാം. ആദ്യത്തെ പാരലോഗ്രാമിന്റെ ഏരിയ അതിനു മുമ്പേ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം ഓർമ്മയിൽ വേണം. ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? BH ആണ്. അങ്ങനെ നോക്കിയാൽ ഇവിടുന്ന് നമുക്കറിയാം B = എത്ര ഉണ്ട്? B = 4 ഉണ്ട്. പക്ഷെ ഹൈറ്റ് ഇല്ല അല്ലെ. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതെ, ഈ കോർണറിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് 45 ഡിഗ്രി, ഇത് എത്ര ഉണ്ട്? 2 സെന്റിമീറ്റർ. അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം, ഞാൻ ഇപ്പൊ പഠിപ്പിച്ചത് വെച്ച് 45, 45, 90 ആണെങ്കിൽ 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്താണ്? 1:1:√2 ആണ് അല്ലെ. അങ്ങനെ ആണെങ്കിൽ 45 ഡിഗ്രിക്കെതിരെ 1x ആയിരിക്കും, ഈ 45 ഡിഗ്രിക്ക് 1x ആയിരിക്കും, ഈ 90 ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും? √2x. നിങ്ങൾ നോക്കിയേ, ഈ 90 ഡിഗ്രിക്കെതിരെയുള്ള ഈ 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത് √2x എന്ന് എഴുതിക്കൂടെ? √2x. അങ്ങനെയാണെങ്കിൽ ഈ √2x എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 2x = എത്ര കിട്ടി? 2/√2 എന്ന് കിട്ടി. x 2/√2. നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് ഇതാണ്, അത് 45 ഡിഗ്രിക്ക് എതിരെയാണ്. therefore നമുക്ക് എന്തെഴുതാം? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? എന്താ 45 ഡിഗ്രിക്ക് എതിരെ എന്താണ്? 1x ആണ്. therefore 1x എന്ന് എഴുതാം. therefore ഇതിന്റെ അകത്ത് നമുക്ക് എന്തെഴുതാം? ഹൈറ്റ് = 1 × x ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 2/√2 ഇടാം. ആൻസർ എത്ര കിട്ടി? 2/√2 ഹൈറ്റ് കിട്ടി. നമുക്ക് വേണ്ടത് ഹൈറ്റ് അല്ല, നമുക്ക് വേണ്ടത് ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ ബേസും വേണം, ഹൈറ്റും വേണം. നമുക്ക് ബേസ് ഉണ്ട് ഓൾറെഡി. ബേസ് എത്ര ഉണ്ട്? 4. therefore ഏരിയ = BH ആയതുകൊണ്ട് ബിയുടെ അവിടെ എന്തെഴുതാം? 4 × h ന്റെ അവിടെ എന്തെഴുതാം? 2/√2. therefore ആൻസർ എത്ര കിട്ടി? 4 × 2 എത്രയാണ്? 8/√2. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായില്ലെങ്കിൽ ഈ കണക്കും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ തന്നെ ഒരു പാരലോഗ്രാം ആണ് അല്ലെ. എന്താണ് പാരലോഗ്രാം പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ബേസ് ഉണ്ട്. ബേസ് എത്രയാണ്? 4 സെന്റിമീറ്റർ. therefore നമുക്ക് ഉറപ്പിച്ച് പറയാം ബേസ് = 4 സെന്റിമീറ്റർ. ഹൈറ്റ് വേണം. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഇപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഞാൻ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരെണ്ണം 60 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം 60, 90, 30 ആണെങ്കിൽ റേഷ്യോ എന്തായിരുന്നു? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ 1:√3:2 ആണ്. നമുക്കറിയാം ഈ 90 ഡിഗ്രിക്കെതിരെയുള്ള വശം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്കപ്പോ എന്ത് ചെയ്യാം? ഈ 90 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം 2 ആണെങ്കിൽ നമുക്കറിയാം 90 ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും? 2x ആണ്. therefore 2x = 2. x = എത്ര കിട്ടി? 2/2 = 1. നമുക്ക് വേണ്ടത് 60 ഡിഗ്രിക്കെതിരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. therefore നമുക്ക് എഴുതാം h = എന്താണ്? 60 ഡിഗ്രിക്കെതിരെ എന്താണ്? 60 ഡിഗ്രിക്കെതിരെ √3x ആണ് അല്ലെ. h √3x. therefore h √3 × x ന്റെ സ്ഥാനത്ത് 1 = എത്ര കിട്ടി? √3 എന്ന് കിട്ടി. നമുക്കറിയാം എച്ചും കിട്ടി, ബിയും കിട്ടിയെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ = BH ആണ്. ബി എത്ര ഉണ്ട് ഇവിടെ? ബി എത്ര ഉണ്ട്? ഇതല്ല,
ഇതാണ് അവിടെ 4 4 ഇൻറ്റു എച്ച് എത്ര കിട്ടി √3. therefore 4√3 സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ദ ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ സിമ്പിൾ ആണ്. ഇതിൽ നിന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഏതിൽ നിന്ന്? ഈ റേഷ്യോ മെത്തേഡ്, അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെറുതെ സമയം കളയണ്ട, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. തന്നിരിക്കുന്ന എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ. ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം, ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയാം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. ഇവിടെ ബേസ് ഉണ്ടല്ലേ, ബേസ് എത്ര? 3. therefore ബേസിന് പഞ്ഞമില്ല, ബേസ് നമുക്ക് 3 പക്ഷെ ഹൈറ്റ് അറിയത്തില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോർണറിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. therefore ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടി. ഇവിടെ എത്ര ഉണ്ട്? 2 സെന്റിമീറ്റർ ഉണ്ട്. therefore ഇതെന്താണ്? 2 സെന്റിമീറ്റർ ആണ്. ഇത് എത്ര ഡിഗ്രി ഉണ്ട്? 30 ഡിഗ്രി ഉണ്ട്. ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. നമുക്ക് ഉറപ്പിച്ചെഴുതാം, നമ്മുടെ റേഷ്യോ എന്താണ്? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണ് റേഷ്യോ. ദാറ്റ് ഈസ് 1:√3 ഈസ് ടു എന്താണ്? 2 ആണ്. നമുക്കറിയാം 30 ഡിഗ്രിക്കെതിരെ അപ്പൊ 1x ആയിരിക്കും, 60 ഡിഗ്രിക്കെതിരെ √3x ആയിരിക്കും, 90 ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും? 2x ആയിരിക്കും അല്ലെ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 90 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് തന്നിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2x ഈസ് ഈക്വൽ ടു വശം എത്രയാണ് ഇവിടെ തന്നെ? 2. therefore നമുക്ക് എന്ത് എഴുതാം? x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2/2. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1. x നമുക്ക് കിട്ടി. നമുക്ക് എക്സ് അല്ല വേണ്ട, നമുക്ക് ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അത് 30 ഡിഗ്രിക്കെതിരെയാണ്. അപ്പൊ 30 ഡിഗ്രിക്കെതിരെയാണ് ഹൈറ്റ് ആയതുകൊണ്ട് 30 ഡിഗ്രിക്കെതിരെ എന്താണ്? 1x ആണ്. therefore ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1x. ദാറ്റ് ഈസ് 1 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഈസ് ഓൾസോ 1. therefore നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു എച്ചിന്റെ സ്ഥാനത്ത് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 3/2. ദാറ്റ് ഈസ് ഈക്വൽ 1.5 സെന്റിമീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ഇക്വേഷൻ. ഇക്വേഷൻ അല്ല, ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ മറ്റൊരു ത്രികോണത്തിന്റെ കണക്ക് നിങ്ങൾക്ക് ഞാൻ തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കണക്കാണ്. നിങ്ങൾ എല്ലാവരും അത് ഹോംവർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ആൻസർ എനിക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഇതേപോലെ 2 ട്രയാങ്കിൾ ചെയ്യേണ്ട രീതി ഇതാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും ചെയ്യേണ്ട രീതി സെയിം ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, ചെയ്യേണ്ട രീതി, ഇവിടെ ബേസ് ഉണ്ട് 3 സെന്റിമീറ്റർ, ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി, ഇവിടെ ഈ സൈഡ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ അല്ലെ. ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് BH ആണ്. ബേസ് ഓൾറെഡി തന്നിരിക്കുന്നു. ബേസ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈറ്റ് കണ്ടുപിടിക്കുക. ഇതാണ് ഹൈറ്റ് കണ്ടുപിടിക്കുക. വാല്യൂ ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ചെയ്തു നോക്കണം. നമ്മളും കൂടെ വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിനുശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യന്റെ ഇതാണ്. എന്താണ്? നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനാണ് നോക്കുക. ഇവിടെ നമുക്ക് ബേസ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ, ആംഗിൾ 45 ഡിഗ്രി, ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് BH ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹാഫ് ബി അറിയാം. ബി എത്ര ഉണ്ട്? 3 സെന്റിമീറ്റർ. എച്ച് കണ്ടുപിടിക്കാൻ ഇത് യോജിപ്പിക്കുക, ഈ എച്ച് കണ്ടുപിടിക്കുക. ഇവിടെ 45 ആയതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഇവിടെ എന്തായിരിക്കും? 45 ഡിഗ്രി. ഇത് എത്ര ആയിരിക്കും? ഈ ആംഗിൾ എടുത്ത്, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്ത് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? എച്ച് കണ്ടുപിടിക്കുക. വാല്യൂ ഇതിന്റെ അകത്തോട്ട് ഇടുക. ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയ്യോ ഇത്രയേ ഉള്ളൂ, ഇത് പഠിച്ച് മനസ്സിലായവർക്ക് അയ്യോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കരുത്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും മാത്സിനെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മുടെ പേനയുടെ ടിപ്പിലോട്ട് വരത്തുള്ളൂ. അത് ഒരു സത്യമാണ്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക. പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.